ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 21 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പ്രിയമൊരു ജാതി ഇതൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. പ്രിയം ഒരു ജാതി ഇതൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രിയം ഒരു ജാതി, ഒരേ ഒരു തരം പ്രിയമേ ഉള്ളൂ. ഇത് എൻ പ്രിയം, ഇത് എൻ്റെ ഇഷ്ടം. ത്വദീയ പ്രിയം, നിന്റെ ഇഷ്ടം. അപരപ്രിയം, വേറൊരുവൻ്റെ ഇഷ്ടം. എന്നനേകമായി, എന്ന തരത്തിൽ ഒരേ പ്രിയം തന്നെ അനേക പ്രിയങ്ങളായി തീരുന്നത്. പ്രിയ വിഷയം പ്രതി, ഇഷ്ടവിഷയങ്ങളിൽ വന്നിടും ഭ്രമം, ഉണ്ടാകുന്ന ഭ്രമം നിമിത്തമാണ്. തൻ പ്രിയം, തൻ്റെ പ്രിയമാണ്. അപരപ്രിയം, വേറൊരുവൻ്റെയും പ്രിയം എന്നറിഞ്ഞിടേണം എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി പറയാം. ഒരേ ഒരു തരം പ്രിയമേ ഉള്ളൂ. ഇത് എൻ്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, വേറൊരുവൻ്റെ ഇഷ്ടം എന്ന തരത്തിൽ ഒരേ പ്രിയം തന്നെ അനേക പ്രിയങ്ങളായി തീരുന്നത് ഇഷ്ടവിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭ്രമം നിമിത്തമാണ്. തൻ്റെ പ്രിയമാണ് വേറൊരുവൻ്റെയും പ്രിയം എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അതിങ്ങനെയാണ്: പ്രിയം ഒന്നേ ഉള്ളൂ, അത് അനേകം ഇല്ല. ആ പ്രിയം ആത്മപ്രിയമാണ്. ആ പ്രിയം എന്താണ്? ആത്മപ്രിയമാണ്. ആത്മാവിൽ സഹജമായി കുടികൊള്ളുന്ന ആനന്ദ നിർഭരതയാലാണ് ആത്മാവിൽ എല്ലാ ജീവികൾക്കും പ്രിയം ജനിക്കുന്നത്. എല്ലാ ജീവികൾക്കും പ്രിയം ജനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ആത്മാവിൽ സഹജമായി കുടികൊള്ളുന്ന ആനന്ദ നിർഭരതയാലാണ്. ആത്മാവാകട്ടെ ഏകവും സർവവ്യാപിയുമാണ്. എന്നാൽ ജീവനിലെ അഹന്ത മമതാദികൾ കാരണം ഒരുവൻ വിഷയലോലുപനായി തീരുന്നത്. വിഷയത്തിലാണ് ആനന്ദമിരിക്കുന്നത് എന്ന ഭ്രമം നിമിത്തമാണ് വിഷയത്തിൽ ഒരുവന് പ്രിയം ജനിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും, അല്ലേ? ആത്മപ്രിയം മറന്നുപോയി ആ സ്ഥാനത്ത് വിഷയപ്രിയം വന്നുകൂടുന്നത് അജ്ഞാനം നിമിത്തമാണ്. അങ്ങനെയാണ് എൻ്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, അവരുടെ ഇഷ്ടം എന്നിങ്ങനെയുള്ള ഇഷ്ട അനിഷ്ടങ്ങൾ വന്ന് ആത്മപ്രിയത്തിന് വിഭജനം സംഭവിക്കുന്നത്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടതായി തോന്നുന്ന ഒരു കാര്യം വേറൊരാൾക്കും പ്രിയം ഉളവാക്കുന്ന രീതിയിൽ സജ്ഞസമായി ചേർക്കണം. കാരണം അത്യന്തികമായി പ്രിയവസ്തു ആയിരിക്കുന്നത് ആത്മാവാണ്. ഈ കാര്യം എപ്പോഴും ഓർമ്മ വേണം. 21 മന്ത്രത്തിൻ്റെ ലഘുവ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത മന്ത്രവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ